ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ച്. അതിന് ആധാരമായി നമ്മൾ തിരുവചനത്തിലെത്തുക 2 Corinthians 12:9 നമുക്ക് വായിക്കാം. 2 Corinthians 12:9. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രസംഗിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബൈബിളിലെ പല കഥാപാത്രങ്ങളും നമ്മൾക്ക് അനുകരിക്കാൻ കഴിയുന്നതാണ്, നമുക്ക് പിന്തുടരാൻ കഴിയുന്നതാണ്. പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കും. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിമിതമായ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് അവരുടെ ചുരുക്കമായ വളരെ ഞെരുക്കത്തിലും പ്രതികൂലങ്ങളിലും അവരുടെ കഴിവുകേടുകളുടെ മുന്നിലും ദൈവസ്ഥാനത്തെ പ്രാപിച്ചുകൊണ്ട് സ്വർഗീയ രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത അനേകം ഭക്തന്മാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെ പഴയ ദൈവത്തിൽ മധ്യസ്ഥനായിട്ട് നിന്നൊരു മനുഷ്യനാണ് മോശ എന്ന് പറയുന്നത്. മോശയെ ദൈവം വലിയ ദൈവിക അധികാരം കൊടുത്ത്, ആരും കാണാത്ത ദൈവിക ദർശനം കൊടുത്ത്, ദൈവിക കൽപ്പന കൊടുത്ത് വിളിക്കുന്ന മോശ പറയുന്ന ഒരു പദമാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യം, ഞാൻ വിക്കനാകർത്താവേ. നമ്മളെ ഇതാരാണ് പറയുന്നത്? ഈ തെരഞ്ഞെടുക്കുന്ന ആള് പോഷണല്ലോ ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, എന്നെ വലിയ ദൗത്യം ഞാൻ ഏൽപ്പിക്കുകയാണ്. മോശ പറയുകയാണ്, കർത്താവെ ഞാൻ വിക്കനാണ്. കർത്താവെ ഞാൻ എങ്ങനെയാണ് ദൈവസന്നിധി, ഞാൻ എങ്ങനെയാണ് പർവ്വതം മുന്നിൽ ചെന്ന് നിൽക്കുവാനായി കഴിയുന്നത്? മോശ പറയാണ്, ഞാൻ ദൈവം എന്നോട് സംസാരിച്ചു കഴിയുമ്പോൾ എന്റെ വിക്ക് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എന്റെ വിക്ക് മാറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കർത്താവെ ഇസ്രായേൽ ജനത്തെ ഞാൻ ഉപയോഗിക്കുവാൻ പറ്റുന്നത്? ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ കഴിവുകൾ വിഷയമല്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവന്റെ കഴിവുകൾ ഒരു മാനദണ്ഡമല്ല. ദൈവം സാമർഥ്യമുള്ളവരല്ല ദൈവത്തിന് വേണ്ടത്, സമർപ്പണമുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. നിന്റെ സാമർഥ്യം ദൈവത്തിന് ആവശ്യമില്ല, നിന്റെ മിടുക്ക് ദൈവസന്നിധിയിൽ ആവശ്യമില്ല, നിന്റെ സാമർഥ്യവും മിടുക്കുമല്ല ദൈവത്തിന് വേണ്ടത്. സമർപ്പണമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ നിലകളിൽ കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയും. അതിന് ഉത്തമ ഉദാഹരണം, ഈ ലോകം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് എന്തുണ്ടെന്ന് കണ്ടിട്ടാണ്, നമ്മൾ ആരാണെന്ന് കണ്ടിട്ടാണ് നമുക്കൊരു ജോലി തരുന്നത്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, നിങ്ങൾ നഴ്സിംഗിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് ജോലി കിട്ടും. നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ട്, മതിയായ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കാം. അത് ജോലി കിട്ടണമെങ്കിൽ അത് മാത്രം പോരാ, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കണം. ആപ്ലിക്കേഷനകത്ത് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഒരു സാധനം തരും. അതിനകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് ഉത്തരം എഴുതും. അതിനകത്ത് നിങ്ങളുടെ സ്കിൽ അവർ ചോദിക്കും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അവർ ചോദിക്കും, നിങ്ങളുടെ ടെക്നിക്കൽ നോളജ്. ഇതൊക്കെ എനിക്ക് അറിയാവുന്നവരുമായിട്ട് എഴുതുന്ന കാര്യമില്ല. സ്റ്റാർ രീതിയിൽ നിങ്ങൾ ആൻസർ, സിറ്റുവേഷൻ, ആക്ഷൻ, ടാസ്ക്, അതിന്റെ റിസൾട്ട് സ്റ്റാർ രീതിയിൽ നിങ്ങളുടെ മറുപടി അയച്ചു കഴിഞ്ഞാൽ എന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടും. ആ ഇന്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സെല് ചെയ്യണം. നിങ്ങളെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ ലോകം നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ആരാണെന്ന് കണ്ടിട്ടാണ്, നിങ്ങൾക്ക് എന്തും. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ലോകം നമ്മൾ എന്താണെന്ന്, നമുക്ക് എന്തുണ്ടെന്ന് കണ്ട് എന്തിനു പറയുന്നത്? ഒന്നിച്ച് സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ച് കഴിയുമെന്നാണെന്ന് പറഞ്ഞാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ പ്രതിജ്ഞ എടുത്ത് വരുന്ന ദമ്പതികൾ പോലും നീ ആരാണെന്ന് കണ്ടിട്ടാ, നിനക്ക് എന്തുണ്ടെന്ന് കണ്ടിട്ടാ, അതിന്റെ കുടുംബം ഏതെന്ന് കണ്ടിട്ടാ, അതിന്റെ ഗോത്രം ഏതെന്ന് കണ്ടിട്ടാണ് അത് തൂക്കി നോക്കിയിട്ട് ബാലൻസ് ആവുന്നെങ്കിൽ മാത്രമേ അവർ പ്രതിജ്ഞ എടുക്കാൻ മുന്നോട്ട് കടന്നു വരുന്നുള്ളൂ. അതൊന്നും തെറ്റാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് സോൾമേറ്റ് പോലും ഈ ലോകത്തിലെ മനുഷ്യരും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം തെരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ടല്ല, നിന്നെ ആരാക്കാമെന്ന് ചിന്തിച്ചിട്ട്. നീ ആരാണെന്ന് നോക്കിയില്ല, നിന്നെ ആരാക്കാം, നിന്നെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്തെടുക്കാം എന്നുള്ളത്. നിന്റെ സാമർഥ്യം മാനദണ്ഡമല്ല, നിന്റെ കഴിവുകളുടെ ഒരു വിഷയമല്ല, നിന്റെ സ്കിൽസ് അവന് ആവശ്യമില്ല. ദൈവം സമർപ്പണമുള്ള ഒരു ഹൃദയമാണ് ദൈവത്തിന് ആവശ്യം. ഞാൻ പിന്നീട് സാമർഥ്യമല്ല വേണ്ടത്, സമർപ്പണമാണ് ദൈവ സന്നിധിയിൽ ആവശ്യമായിട്ടുള്ളത്. അവനെ നോക്കി ദൈവം 4 മണിക്ക് വേണ്ടി ദിവ്യജ്ഞാനത്താൽ നിറച്ചു എന്നാണ് പറയുന്നത്. അവർ ആ ദിവ്യജ്ഞാനമുള്ള 2 പേരെ എടുത്തു എന്നല്ല പറയുന്നത്. ദിവ്യജ്ഞാനമില്ലാത്ത 2 പേരെ കർത്താവ് ചൂസ് ചെയ്തിട്ട് അവർക്ക് ദിവ്യജ്ഞാനം നിറച്ചിട്ട് 4 മണിക്ക് വേണ്ടി ശക്തമായിട്ട്
ജ്ഞാനമുള്ളവരായിരുന്നില്ല. പക്ഷെ ദൈവിക പർപ്പസിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് ആ ദിവ്യ ജ്ഞാനം അവർക്ക് നൽകി കൊടുക്കുവാനിടയായിട്ട് നിങ്ങൾക്ക് ജ്ഞാനമില്ലെങ്കിലും കർത്താവ് ദൈവത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ഇവിടുത്തെ പത്രോസിനെ നോക്കിയേ. ആരും പറഞ്ഞു കൊടുത്ത് മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയുമെന്ന് ന്യൂക്ലിയർ ഫിസിക്സ് പൗലോസിന് അറിയാമായിരുന്നു. പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കാണാത്ത പൗലോസ് പറയുകയാണ്, 2 പത്രോസ് 3:10 പറയുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയും, ഭൂമി അതിന്റെ പണികളും വെന്തു പോകുമെന്ന്. സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു അറ്റോമിക് സ്ട്രക്ചറിനെ, സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ അതിന്റെ സ്റ്റെബിലിറ്റി തെറ്റി മാറ്റിച്ചു കഴിഞ്ഞാൽ ട്രമൻഡസ് ആയിട്ടൊരു എനർജി റിലീസ് ആവുന്നു, തൽഫലമായി ന്യൂക്ലിയർ ഫിഷനോ ഫ്യൂഷനോ സംഭവിക്കുമെന്ന് ആര് പത്രോസിനോട് പറഞ്ഞു കൊടുത്തു. ജ്ഞാനം നൽകുന്ന ഒരു ദൈവമുണ്ട്, ദിവ്യജ്ഞാനത്താൽ നൽകുന്ന ഒരു ദൈവമുണ്ട്, എളിയവരെ കുപ്പയിൽ നിർത്തുന്ന ദൈവമുണ്ട്. ഞാൻ പോഷകമായതിനെ ജ്ഞാനികളെ രചിപ്പിക്കേണ്ടത് പോഷകമായത് തിരഞ്ഞെടുക്കുന്ന ദൈവമുണ്ട്. സമർപ്പണമല്ല, സാമർഥ്യമല്ല വേണ്ടുന്നത്, സമർപ്പണമാണ് ദൈവസന്നിധിയിൽ ആവശ്യമായിരിക്കുന്നത്. പത്രോസിനെ കൊണ്ട് വലിയ വലിയ ലേഖനങ്ങൾ കർത്താവ് എഴുതിക്കുവാനായിരുന്നു. ഇവിടെ മോശയെ നോക്കിയേ, മോശ ഇവിടെ സ്വന്തം അവന്റെ സ്വയത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, കർത്താവേ ഞാൻ വിക്കുള്ളവനാണ്, ഞാൻ ഈ തടിച്ച നാക്കും വെച്ചുകൊണ്ട് ഈ ഭഗവാന്റെ കൊട്ടാരത്തിൽ, ഈ ദർബാർ ഹോളിൽ പടനായകന്മാരും മന്ത്രിമാരും നിൽക്കുന്നതിന്റെ മുൻപിൽ ഞാൻ എങ്ങനെ പോയി വിക്കും വെച്ചോണ്ട് പറയും, എങ്ങനെ ഞാൻ പറയും? അത് എന്നെ കൊണ്ട് വേണം. അപ്പൊ അവന് വിക്കുമാറ്റല്ല ഇത്, അവനൊരു പ്രോമിസ് കൊടുക്കുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോട്, എന്റെ സാന്നിധ്യം ഞാൻ നിനക്ക് സ്വസ്ഥത തരും, എന്റെ സാന്നിധ്യം നിന്നോട് കൊടുക്കും. മോശയോട് പറയുകയാണ്, നിനക്ക് വിക്കുള്ളതാണ്, അതുകൊണ്ട് ഭാഷയുടെ ഒഴുക്കി നിനക്ക് അഹങ്കരിക്കാൻ കഴിയുന്നില്ല, എന്നെ മെടുക്ക് നിനക്ക് കാണിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നീ വിക്കി പറഞ്ഞാലും എന്റെ പ്രവൃത്തി ഞാൻ ഭാഷയുടെ ഒഴുക്കി നിനക്ക് അഹങ്കരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ വിക്കി പറഞ്ഞാലും എന്റെ പ്രവൃത്തിയാണ്. ഈ മനുഷ്യനുണ്ട്, ഈ വിക്കനുണ്ടല്ലോ, ഭഗവതി ഏർപ്പെടുത്തി കളഞ്ഞു. പിന്നീട് ചരിത്രം നമുക്കറിയാം, 6 ലക്ഷം പേരെയാണ് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് നെഞ്ചുവിരിച്ച് മരുഭൂമിയുടെ കൊണ്ടുപോകാനിടയായി തീർന്നത്. ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മോശ പിന്നീട് പറയുന്ന ഒരു പദമുണ്ട്, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാൻ പഴയ വിക്കനാ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാൻ വെറും വിക്കനാ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ കടന്നു വരുമാറാകണേ എന്ന് മോശയോട് ദൈവത്തോട് മോശ അപേക്ഷിക്കുകയാണ്. ദൈവം മോശയ്ക്ക് കൊടുത്ത പ്രോമിസാണ്, എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ കടന്നു വരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി തരും. ഈ ഭൂമിയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവിക സാന്നിധ്യമാണെന്ന് പറയും. ദൈവ സാന്നിധ്യത്തിനകത്ത് സ്വസ്ഥതയുണ്ട് കേട്ടോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവിക സാന്നിധ്യം നിറയപ്പെടുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം കൊടുത്ത ഈ പ്രോമിസും കൊണ്ട്, ഈ പ്രോമിസിനകത്ത് ഫറവോന്റെ മോശയ്ക്ക് ലഭിച്ച ഈ പ്രോമിസിനകത്ത് ഫറവോന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു ബലമുണ്ടായിരുന്നു. ഈ അധികാരികളുടെ മുമ്പിൽ നിന്ന് പറയാനുള്ള, നട്ടൽ നിവരാനുള്ള ഒരു അധികാരമുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ ചെയ്യാനുള്ള ബലമുണ്ടായിരുന്നു. വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആ പ്രോമിസിനകത്ത് ഉണ്ടായിരുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പുറകിൽ ശത്രുക്കളും പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ വാളുറയിൽ ഊരും, സംഹരിച്ചു കളയും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാറ്റടിച്ചിട്ട് ആ കടലിനെ ആഴിയെ ഒന്നാക്കി തീർത്തത്. ചെറുകടലിൽ മാറ്റുകളെ പോലെ കടലിന്റെ ആഴത്തിലേക്ക് ശത്രുവിനെയും സൈന്യത്തെയും ശ്വാസം കൊണ്ടിട്ട് കൊന്നുകളയാനിടയായി തീർന്നു. ദൈവമക്കളെ കർത്താവ് പിന്നീട് പറയുന്നത്, ഇന്ന് നിങ്ങൾ ഇസ്രായേലിനെ പിന്നെ ഒരു നാള് കാണുവാൻ അവർക്ക് ഇടയായി തീർന്നില്ല. തന്റെ സാന്നിധ്യത്തിനകത്ത് മോശയ്ക്ക് ദൈവം ഒരു സ്വസ്ഥത കൊടുക്കുവാൻ ഇടയായി. ദൈവിക സാന്നിധ്യം. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലകള് സമാധാനം അനുഭവിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെ കെടുത്തുന്ന, നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന, നിങ്ങളുടെ വിഷയത്തിലായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് സ്വസ്ഥത നൽകുക. ദൈവസഭയിൽ രാവിലെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ബാധിക്കുന്ന ദുർവ്യാപാരങ്ങളെ കർത്താവ് എടുത്തു മാറ്റിയിട്ട് ഒരു സമാധാനം നൽകി തരുവാനിടയായി ഏൽപ്പിച്ചു കൊടുത്താൽ സാമ്പത്തികത്തിന് ആശ്രയിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൽ ദൈവ സമർപ്പണത്തോട് അടുത്ത് ചേരുവാൻ നമ്മൾക്ക് ഓരോരുത്തരും ഇടയായി തീരുക. ഇതിനെ നോക്കിയേ,
ഗിദെയോൻ കളപ്പുറയിൽ ഗിദെയോൻ ചക്കിന്റെ അടുക്കൽ നിന്ന് മുന്തിരിച്ചക്കിന്റെ അടുക്കൽ നിന്ന് ഗോതമ്പ് മെതിക്കുന്നു. കളപ്പുരയിലല്ലേ ഗോതമ്പ് മെതിക്കേണ്ടത്? മുന്തിരിച്ചക്കിന്റെ അടുക്കൽ നിന്ന് എന്തിനാ ഗിദെയോനെ ഗോതമ്പ്? അപ്പൊ അവനോട് ശബ്ദം കേൾക്കുകയാണ്, അല്ലയോ പരാക്രമശാലി എന്ന്. അവൻ പറയും, എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്? ശത്രുവിന്റെ അല്പ നന്മ കവർന്നുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കേട്ടുന്ന പെടാപ്പാട്. അവനെ നോക്കി കർത്താവ് വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെ ഇരിക്കുന്നു. അപ്പോ ദൈവസ്ഥലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. മണിയന്മാരെ ദൈവത്തിന് ആവശ്യമില്ല. മോശയെ ദൈവം വിളിക്കുമ്പോൾ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദാവീദിനെ ദൈവം വിളിക്കുമ്പോൾ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുകയാണ്. എലീശയെ ദൈവം വിളിക്കുമ്പോൾ കാളയെ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആമോസിനെ ദൈവം കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവസ്ഥലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് ദൈവത്തിന് എടുത്ത് ഉപയോഗിക്കാൻ ആവശ്യം. മടിയന്മാരെ ദൈവത്തിന് ആവശ്യമില്ല. അനോയിന്റിങ് ദൈവം തരും, പക്ഷെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ആറ്റിറ്റ്യൂഡ് ദൈവം മാറ്റാൻ നിൽക്കത്തില്ല. നീ ആറ്റിറ്റ്യൂഡ് മാറ്റുകയാണെങ്കിൽ അനോയിന്റ് ദൈവം തരാൻ, അഭിഷേകം ദൈവം തരാൻ ദൈവം ശക്തനാണ്. ഇവിടെ നോക്കിയേ, ഗിദെയോനെ ദൈവം പഠിക്കുക, അല്ലയോ പരാക്രമശാലി. അപ്പോ ഗിദെയോൻ പറയുന്നുണ്ട്, മനശ്ശേൽ എന്റെ ഗോത്രം എളിയതാണ്. എന്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാ. ഞാൻ എങ്ങനെയാണ്? ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. മനശ്ശേൽ എന്റെ ഗോത്രം ചെറുതാന്ന് ഗിദെയോൻ പറയാനൊരു ചരിത്രമുണ്ട്. ജോസഫിന് 2 മക്കളുണ്ടായിരുന്നു. അതിലൊന്ന് മനശ്ശെയും 2 എഫ്രൈമും. യാക്കോബ് മരണാസനായി കിടക്കുമ്പോ അനുഗ്രഹം മേടിക്കാനായിട്ട് ജോസഫ് 2 മക്കളെ കൊണ്ടുവന്നു. ഒന്നാമനായിരിക്കുന്ന മനശ്ശെക്ക് വലത്തെ കൈയിൽ അനുഗ്രഹം ലഭിക്കണം, രണ്ടാമതായിരിക്കുന്ന എഫ്രൈമിന് ഇടത്തെ കൈയിൽ അനുഗ്രഹം ലഭിക്കണമെന്ന് കരുതി കൊണ്ടുവന്നി. പക്ഷെ ജോസഫ് അനുഗ്രഹിച്ച് കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. വലത്തെ കൈയിൽ അനുഗ്രഹം എഫ്രൈമിന് പോയി, ഇടത്തെ കൈയിൽ അനുഗ്രഹം തലവിൽ വീണത് മനശ്ശെക്കാണ് വീണത്. അതാണ് ഇദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട്, ന്യായമായിട്ട് കിട്ടേണ്ട അനുഗ്രഹം, അർഹിക്കുന്ന അനുഗ്രഹം കിട്ടേണ്ടിയിരുന്നത് അത് കിട്ടാതെ ഒരു കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. ഞാൻ എങ്ങനെയാണ് കർത്താവേ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുന്നത്? അതിനെനിക്ക് കഴിയുന്നത് എങ്ങനെയാ? എന്റെ ഗോത്രത്തിൽ ഞാൻ ചെറിയവനാ, എന്റെ കുടുംബത്തിൽ ഞാൻ കഴിവില്ലാത്തവനാ. ഞാൻ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ വഴി നടത്തുന്നത്? അപ്പോൾ ദൈവം അവന് കൊടുക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ മിദ്യാനിലെ ഒരു മനുഷ്യനെന്ന പോലെ സംഹരിച്ചു കളയാനിടയായി തീരും. നിമിഷങ്ങളിൽ അപേക്ഷിക്കുന്നതിനായ ഗിദെയോനെ കർത്താവ് ദൈവിക ദർശനം, ദൈവിക ധൈര്യവും കൊടുത്തിട്ട് 300 പേരെ കൊണ്ട് കടൽത്തിരയിലെ മണൽ പോലുള്ള സൈന്യത്തെ നിമിഷ നേരം കൊണ്ട് കൊന്നെടുക്കുവാൻ ദൈവകൃപയിലാണ് ഇതൊക്കെ സാധിച്ചത്. അവന് കൊടുത്ത പ്രോമിസിൽ കയറി നിന്നുകൊണ്ട് അവൻ അതിനെ വിശ്വസിച്ചതുകൊണ്ടാണ്, ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് അവന് സാധിച്ചത്. ഞാൻ നിങ്ങൾ കേട്ട ഏറ്റവും വലിയ പ്രോമിസ് ഏതാണെന്ന് അറിയാമോ? കണ്ടാലും ലോകാവസാനത്തോടെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞതാണ് ഞാൻ നിങ്ങൾ കേട്ട ഏറ്റവും വലിയ പ്രോമിസ്. പല പ്രതികൂലങ്ങൾ കടന്നു വന്നില്ലേ? ജീവിതത്തിൽ തകർത്ത് കളയാവുന്ന പല വിഷയങ്ങളും, പല സാഹചര്യങ്ങളും, പല പരിസ്ഥിതികളും കടന്നു വന്നപ്പോൾ തകർന്നു പോകുന്ന ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയ ആൾക്കാരില്ലേ? ആരോട് പറയാത്ത പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതെന്താണെന്ന് അറിയാവോ? ലോകാവസാനത്തോടെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാവുന്ന ഒരുത്ത വാക്ക് പറഞ്ഞാൽ അവന്റെ സാന്നിധ്യം നിന്നോട് ഇരുന്നില്ല. നിന്റെ മിടുക്കൊണ്ടല്ല, നിന്റെ മനോബലം കൊണ്ടല്ല, നിന്റെ മനക്കട്ടി കൊണ്ടല്ല, നിന്റെ ക്രൈസിസ് മാനേജ് ചെയ്യാവുന്ന കഴിവുകൊണ്ടല്ല, ലോകാവസാനത്തോട് കൂടെ ഇരിക്കാവുന്ന ഒരുത്തൻ നിന്റെ മേൽ നിഴലിട്ട് നിന്നതുകൊണ്ടാണ് നിൽക്കുവാനിടയായി തീർന്നത്. ദൈവശക്തി ഞാൻ പറഞ്ഞു വന്നത് കാര്യം, സാധാരണക്കാരായ ആൾക്കാരെ അവരുടെ ബലഹീനതകൾ നിൽക്കാൻ തന്നെ ദൈവം പ്രവർത്തിച്ച വിധങ്ങളെ കുറിച്ചാണ് ഞാൻ, അവരുടെ ബലഹീനതകളെ ദൈവം എങ്ങനെ ബലമേറിയതാക്കി എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ കുറുവാക്യത്തിലേക്ക് കടന്നു വരാം. പൗലോസിനോട് ദൈവം പറയുന്ന ഒരു പദമാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ സന്ദർഭം നമുക്കറിയാം. പൗലോസിന് ഒരു ശൂലമുള്ളതാണെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ആ ശൂലം എന്താണെന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ കാണാൻ കഴിയത്തില്ല. പക്ഷെ എന്തോ ഒരു ശൂലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കും. എന്നാലും അദ്ദേഹം 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. അത് മാറിയതായിട്ട് കാണില്ല. അപ്പോൾ ദൈവം അവനൊരു പ്രോമിസ് ആണ് കൊടുക്കുന്നത്. ഇത് മാറ്റിക്കൊടുക്കും നമുക്ക് ഇവിടെ കാണില്ല. എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്നുള്ള പ്രോമിസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ അവന്റെ ആ ഒരു ബലഹീനത മാറിയതായിട്ട് നമുക്ക് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയാനുള്ളത്,
നിങ്ങളുടെ ബലഹീനത, നിങ്ങളുടെ ആ ഒരു ശരീരത്തിലുള്ള ഇത് മാറാൻ വേണ്ടി ജീവിതകാലം മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഹോമിച്ചു കളയാനല്ല ദൈവാലയം. ചിലപ്പോൾ ആ കുറവ്, ചിലപ്പോൾ ആ ദുഃഖം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചതാണെങ്കിലോ അതൊരിക്കൽ തന്നെ ദൈവത്തോട് ദൈവകൃപ ആവശ്യപ്പെട്ടാൽ ആ കുറവിനെ ദൈവകൃപയാൽ പൊതിയപ്പെടുവാനിടയായി തീരും. അതിനെ ദൈവകൃപയാൽ ദൈവം കവർ ചെയ്യപ്പെടുവാനിടയായി തീരും. ആ ശൂന്യം ഇരിക്കെ തന്നെ പല കപ്പൽ യാത്രകൾ പൗലോസ് നടത്തുവാനിടയായി തീരും. പല മിഷണറി യാത്രകൾ പൗലോസ് നടത്തുവാനിടയായി തീരും. അനേക കപ്പൽ ചെയ്തങ്ങൾ നാം രക്ഷപ്പെടുവാനിടയായി തീർന്നു. അനേക സഭകൾ അവൻ സ്ഥാപിക്കുവാനിടയായി തീർന്നു. അവൻ പറയുകയാണ് സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നതാണ്. നമ്മുടെ പൗരത്വമോ ഇവിടെയല്ല, സ്വർഗത്തിലാവുന്നതാണ് എഴുതിയിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ നിന്ന് പല ലേഖനങ്ങൾ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പല ലേഖനങ്ങൾ പുറത്തു വരുവാനിടയായി തീർന്നു. പറയുക സ്വർഗ സ്ഥലത്തിരിക്കുന്നു. അവന്റെ ജീവിത അവസാനത്തിൽ അവന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടഘട്ടങ്ങളിൽ എഴുതിയ തിമോഥെയോസിന്റെ ലേഖനമാണ്. ആ ലേഖനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ചരിത്രങ്ങളിൽ വായിക്കുന്നത് പൗലോസിനെ ജയിലറകൾ പിടിച്ചിട്ടിരിക്കുക, അവനെ കൊല്ലുവാനുള്ള അഹനച്ച എന്നും രാവിലെ വന്ന് അവനെ കൊല്ലാനുള്ള വാളിന്റെ മൂർച്ച കൂട്ടുന്ന ആ കരകരാന്നുള്ള സൗണ്ട് കേട്ടുകൊണ്ടാണ് എന്നും രാവിലെ അവൻ ഉണർന്നിരുന്നതാണ് ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ശബ്ദം കേട്ടുകൊണ്ട് അവൻ എഴുതുക: എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ കൊടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ എഴുതുകയാണ് എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. 27 കപ്പലുള്ള ഒരു അപ്പന്റെ മോനായിരുന്നു ഈ പൗലോസ് എന്ന് പറയുന്നത്. പുതയ്ക്കാനൊരു പുതപ്പില്ലായിരുന്നു ദൈവമക്കളെ, തണുപ്പത്ത് പുതയ്ക്കാനൊരു പുതപ്പില്ലായിരുന്നു സ്വന്തമായിട്ട്. 27 കപ്പലുള്ള ഒരു അപ്പന്റെ മകനായിട്ട് ജനിച്ചു. ഗമാലിയലിന്റെ കാൽക്കീഴിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനായിരുന്നു. റോമാ പൗരത്വം, അത് ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് റോമാ പൗരത്വം ജന്മനാ ലഭിച്ചവനായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. അവന്റെ ക്രിസ്തു ദർശനം പ്രാപിച്ചപ്പോ ഇതൊക്കെയും ചവറൊന്നും വേണ്ടിയിട്ട്, ഇതിനൊന്നും ഒരു വിലയില്ലെന്ന് വേണ്ടിയിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവൻ അവസാനം പറയുക: എനിക്ക് ശൈത്യകാലം അടുത്തു വരുന്നു, എനിക്കൊരു പുതപ്പ് വേണം. നിങ്ങളെ ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കണ്ണീരിന്റെ നനവില്ലാതെ വായിക്കുവാൻ കഴിയരുത്. കണ്ണീരിന്റെ നനവോടെ വേണം ഈ ക്രിസ്തു ഭക്തന്മാർ ഉപയോഗിച്ച ഓട്ടത്തിന്റെ അധ്വാനമൊക്കെ നമ്മൾ വായിക്കുവാനായി കഴിയേണ്ടത്. ഒരു പുതപ്പ് പോലും ഇല്ലാതിരുന്ന അവൻ പറയാണ്: കാർപ്പൂസിന്റെ പക്കൽ ഞാൻ വെച്ചിട്ട് പോയിരിക്കുന്ന ആ പുതപ്പ് തന്നെ എടുത്തുകൊണ്ട് വരണം. തണുപ്പ് അതികഠിനമാ, മരണത്തിന് മുമ്പ് വരെ പുതച്ചു കിടക്കാനായിട്ട് പുതപ്പ് എനിക്കൊന്ന് കൊണ്ടുവരണമെന്ന് അവൻ ആവശ്യപ്പെടുത്ത പുസ്തകത്തിൽ വായിക്കുന്നത്. തിമോഥെയോസ് ആ പുതപ്പുമായിട്ട് വരുന്നതിന് മുമ്പ് അവന്റെ കഴുത്ത് അറക്കപ്പെട്ടു, അവന്റെ ശിരസ് റോമ പട്ടണത്തിന്റെ തെരുവിൽ ഉരുളപ്പെടുവാനിടയായിരുന്നു. ഇറ്റലിയിൽ ഇന്നും ആ സ്ഥലങ്ങളുണ്ട്. ഇവിടെ വെച്ച് പത്രോസിന്റെ തല കണ്ടിച്ചിട്ട് ഇവിടെ വരെ ആ തല ഉരുണ്ടു പോയെന്ന് ഇന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ നിര്യാണം കണ്ടു. ദൈവങ്ങളെ, നമ്മുടെ മുമ്പിൽ ഓടിയ അനേക വിശ്വാസ വീരന്മാർ, അനേക രക്തസാക്ഷികൾ നിത്യതയിൽ വിശ്രമിക്കുകയാണ്, നമ്മളെ നോക്കിയിരിക്കുകയാണ്. അവസാന ലാപ്പിലോടുന്നവരാണ് നമ്മൾ രണ്ടുപേരും. നമ്മളെല്ലാവരും അവസാന ലാപ്പിലോട്ട്. ഈ കാലം അധികമില്ല, ഇനി അധികം നാൾ നമുക്ക് ഓടാൻ കഴിയത്തില്ല. അവസാന ലാപ്പിലേക്ക് ഓടുന്ന നമ്മൾ ക്രിസ്തുവിലേക്ക് ഓടുവാനായിട്ട് കഴിയണം. വിശ്വസത ഓട്ടം തികയ്ക്കുവാനായിട്ട് കഴിയണം. ക്രിസ്തു ജയാളികളായി തീരുമാനിക്കണം. വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടിക നിരത്തിയിട്ട് പറയുകയാണ്. വലിയൊരു പട്ടികയാണ്. 10-ാം അധ്യായത്തിൽ പറയുകയാണ്: ആകയാൽ സാക്ഷിയുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും, കൂട്ടപ്പെട്ടെന്ന സകല പാപവും വിട്ടുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവർത്തിക്കുന്ന യേശുവിനെ നോക്കുമ്പോൾ മനുഷ്യരായിട്ട് നമ്മൾ നോക്കേണ്ടത്, വീട് പോയവരെയല്ല നോക്കേണ്ടത്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെയല്ല നോക്കേണ്ടത്, പരിഹാസികളെയല്ല നോക്കേണ്ടത്, വിമർശിക്കുന്നവരെയല്ല നോക്കേണ്ടത്. ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓടുവാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. ആ നിത്യത അവകാശമാക്കുവാൻ, ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ